ഗുഡ് മോർണിംഗ് ഡൽഹി. അങ്ങനെ നമ്മൾ പുതിയ ഡൽഹി വ്ളോഗ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ നമ്മൾ എവിടെ പോകണം? എന്തിനു പോണ? എനിക്കൊരു നിക്കർ വാങ്ങിക്കാൻ വേണ്ടി അംബിയൻസ് മോളിൽ പോവുകയാണ്. ഞാൻ നിക്കർ കണ്ടുവച്ചിട്ടുണ്ട് ഓൺലൈനിൽ, പക്ഷെ അതവിടെ കിട്ടുമില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ബൈ ദ ബൈ ഇതാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്, പാൻറ്റും ഷർട്ടും ഇതുമാണ്. ഇതിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഒരാളിതാണ്, ഒരാൾ എൻ്റെ അമ്മയാണ്, പിന്നെ ഇതെല്ലാം കൂടെ കോർഡിനേറ്റർ ചെയ്തത് ഈ തെണ്ടിയാണ്. എന്നിട്ടിപ്പോ എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒക്കെ വെച്ച് ആരാണെന്ന് കണ്ടുപിടി. ഇതുവാ മാറി നിൽക്കണമെന്നാണ് അഖിലനാണ് എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ച് തന്ന. അതാ ഇവളും. നീ അഖിലൻ എന്തൊരു വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ്? KFC വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് എന്തുവാണ് നമ്മള് ഇതില് എനിക്കൊരു നിക്കർ കുറെ നാളുകൊണ്ട് ട്രെയിനിൽ പോവാൻ ട്രെയിനിൽ പോവാൻ നേരത്ത് ട്രെയിനിൽ പോവാൻ നേരത്ത് എനിക്കിടെ ഡ്രസ്സ് ഇല്ലാത്തോണ്ടല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടി ഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മള് സോൾ സ്റ്റോറിൽ പോവുകയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ 2 പിള്ളേര് വാ. ആരാണ് ബുക്ക് ചെയ്തത്? നീയാണോ ബുക്ക് ചെയ്തത്? അപ്പൊ വാ, ഞാനും നീ വാ. അല്ല ബ്ലിപ്പടിക്കണ ഇതിന് ആരെങ്കിലും ഒരാളും കൂടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ അവരോടാ വാ. സെറ്റല്ലേ? വാ. നമ്മളെ ക്യാബ് ആ ദൂരതേ വന്ന് കിടക്കും. ക്യാബിലോട്ട് വേണേ വിഷ്ണു, ഞാൻ പിറകെ ഇറങ്ങട്ടാ. ആടി അറിയോ? അങ്ങനെ നമുക്ക് പോകാനുള്ള ക്യാബ് നമ്മൾ 2 ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോണ. ഇത് തന്നെ വണ്ടി തന്നെ കൺഫേം ആക്ക്. ബാക്കിൽ നമ്പർ ഉണ്ടാ ചോയ്ക്ക്. ഞാൻ പോണു. അങ്ങനെ നമ്മള് കാറി കയറി. ഭയങ്കര സ്മെല്ലോ, നല്ല തണുപ്പും നല്ല മണം. അങ്ങനെ ഇനി നമുക്ക് അവരും കൂടെ വന്നിട്ട് അംബിയൻസ് മോളിൽ ചെന്നിട്ട് കാണാം. എനിക്ക് അംബിയൻസ് മോളിൽ ചെല്ലുമ്പം എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് എൻ്റെ ഫോണിൽ ചെറുതാണ് എന്നൊക്കെ ഉള്ള ഒരു അതാണ്. എൻ്റെ ഫോൺ ചെറുതാണ്, അവരെത്ര ഇതില്ലെന്ന്. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കൂല. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിരിക്കും. അല്ലേടാ വിഷ്ണു എനിക്ക് സപ്പോർട്ട്. ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നീ സപ്പോർട്ട് ചെയ്യില്ലേ? ഇത്രയേ ഉള്ളൂ. ഞാൻ എവിടെ എന്റെ ചാനൽ ഒന്ന് ഗ്രോത്ത് വരണമെങ്കിൽ എന്റെ ചെറുക്കന് ഞാൻ ഐഫോൺ വെച്ചു കൊടുക്കും. ഞാനാണ് കഷ്ടപ്പെട്ട് ഇത്ര നിനക്ക് മറ്റൊരു ഐഫോൺ. നിനക്ക് വേണോ ഐഫോൺ? ശരി, സാംസങ് ഫോൾഡ് ഫ്ലിപ്പ്. വണ്ടി ഇരുന്നോണ്ട് ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ കൃഷ്ണപ്രിയയുടെ അമ്മ ഇത് കാണണം. എനിക്കിപ്പം ബേസിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രവൺ. അവനാണ് 9 പേരുണ്ട് ഇവിടെ ബേസിക് ആയിട്ട് PVക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്റെ ചങ്കി ചേർക്കാൻ ബാംഗ്ലൂരുണ്ട് അവൻ. പിന്നെ നാട്ടിൽ പോകുമ്പോൾ എന്റെ കൂട്ടുകാരന്മാര് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിംഗിനൊന്നും ഒരു നാണോ മാനോ ഇല്ലെന്ന് എനിക്കറിയാം. സിംഗെ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും ഞാനും ഹോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ സെറ്റ് ബൈ. നമുക്ക് അവന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള നാട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആംബിയൻസ് മോളിൽ ചെന്ന് അവിടുത്തെ കാഴ്ച. എന്താ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ മഴ പെയ്തപ്പോ ഇത്രയും വെള്ളപ്പൊക്കമാണെങ്കിൽ നമ്മളെ നാട്ടിൽ പെയ്യുന്ന മഴ ഇവിടെ പെയ്ത് ഇവിടെ എന്തായിരുന്നു? നമ്മൾ ഇരുട്ടിലായി പണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്ന എപ്പോഴുള്ള പ്രശ്നമാണ് ഈ വെള്ളത്തിന്റെ. പക്ഷെ ഇവിടുത്തെ ഡ്രെയിനേജും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിന് കേരള ഗവൺമെന്റിനും അതേ കണക്ക് തന്നെ നമ്മുടെ നാട്ടിലുള്ള എന്താണ് ഇതൊക്കെ ശരിയാക്കണ ഒരു ടീമുണ്ടല്ലോ നമ്മുടെ നാട്ടില്. നമ്മളവിടെ ഇതൊക്കെ ശരിയാക്കണ ഒരു ടീമുണ്ടല്ലോടാ. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ വലിയൊരു തംസപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയ സിറ്റിയിൽ പോലും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കും. ബാംഗ്ലൂര് ഡ്രെയിനേജ് സിസ്റ്റം ബാംഗ്ലൂരിൽ പക്കയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് വെള്ളം മൊത്തം പറ്റും. അത്ര വെള്ളം വീട്ടി അത് പൊടി അണക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രാത്രി പഠിച്ചോണ്ടിരിക്കുമ്പോ ഈ കണ്ടിട്ടില്ല ഡിഗ്രി മറ്റേ ലോറി കൊണ്ടുവന്ന് പൊടി അണക്കുന്ന വെള്ളം വീട്ടി ഇങ്ങനെ ഒരു മെഷീൻ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അതുണ്ട്. ഞാൻ ആ സൈഡിൽ പഠിക്കുമ്പോ കാണും. 12 മണിക്ക് ശേഷം ആ മെഷീൻ വർക്ക് ആവും. പഠിക്കണം എന്ന് പറഞ്ഞോണ്ട് റോഡിൽ ബേസിക്കലി വായി നോക്കിക്കൊണ്ടിരിക്കണതാണ് പരിപാടി. കാണാൻ പറ്റും. മറ്റേ ആ വലിയൊരു ലോറിയിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് റോഡ് മൊത്തം തളിച്ചിട്ട് ഇങ്ങനെ പൊടി അണയ്ക്കും. പിന്നെ
പിന്നെ അവിടെ തൂക്കാൻ മാറാനൊക്കെ ക്യാമറയിലോട്ട് നോക്കി ആ തൂക്കാനും മാറാനും ഒക്കെ ആൾക്കാർ വരുവേ രാവിലെ. ആ ഒരു കാര്യത്തിന് സത്യം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കിടില സ്ഥലം എന്റെ സ്ഥലം തിരുവനന്തപുരം. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ഏറ്റവും കിടില സ്ഥലമാണ് ബാംഗ്ലൂര്. തിരുവനന്തപുരം കിടിലാണ്. ഒട്ടും വൃത്തിയില്ലാത്ത അങ്ങനെയൊന്നും പറയല്ലേ. ശ്രീകുട്ട ഈ വീഡിയോ എന്നെ ഒന്നും പറയരുത്. വിഷ്ണു ഇടുക്കിയാണ്, നമ്മൾ രണ്ടുപേരും മാത്രമല്ല. നീ കൊല്ലം, ഞാൻ തിരുവനന്തപുരം. നീ പറഞ്ഞില്ലേ എന്തുവാണ് ഇവിടെ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ പോഷ ഏരിയകളിലും കാര്യങ്ങളിലൊക്കെ നൈസാണ്. അതിപ്പോ ബാംഗ്ലൂരും ഇല്ല. പക്ഷെ ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഈസ് വെരി ബാഡ്. ഒന്നാമത്തെ കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ പോണ വഴിയുണ്ടല്ലോ, എപ്പാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഈ ചെരുപ്പ് കഴുകി കൊണ്ടുവന്നതാണ്. ഇപ്പൊ കണ്ടോ, ഇപ്പം അത് ചെളിയായി. അത്ര കഷ്ടപ്പാടാണ് അവിടെ. പിന്നെ ഞാൻ ഇത് കാണിച്ച് മടുത്ത്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാറ്. തോട് പോലെ ആയില്ലേ നിങ്ങളുടെ സ്ഥലങ്ങള്? അതുകൊണ്ടല്ലേ താമസിച്ച. നിനക്ക് പവർ ബാങ്ക് നിന്റെ ബാങ്ക് ഇട്ടിട്ട് അല്ലെ? ബാഗ് ഇട്ടിട്ട്. അപ്പൊ ഇന്ന് എനിക്ക് നിക്കർ വാങ്ങിച്ചു തരാൻ പോണ ഇവളാണ്. വാങ്ങിച്ചു തരില്ലേ ബാഗ്? സോൾ സ്റ്റോറിന്ന്. എന്തൊരു ടോക്ക് ബാഗ്, എനിക്കറിയാൻ പാടില്ലായിരുന്നു. നീ ഒരു നിക്കറല്ലേ 650 മുടക്ക്. ഇല്ല, ഞാൻ മര്യാദക്ക് സരോജിനി മാർക്കറ്റിൽ പോയി ഞങ്ങള് നാട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മേടിക്കാന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോ POയ്ക്ക് എന്തോ നിക്കറ എന്തൊക്കെ മേടിക്കണോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വലിയ മാളിൽ കൊണ്ടുപോകണം. അപ്പൊ അത് മേടിക്കാനുള്ളത് ഞങ്ങളുടെ ഫുൾ ചെലവ് നോക്കേണ്ടതും വ്ളോഗറായിട്ടുള്ള POയുടെ കടമയാണ്. എനിക്ക് പിന്നെ ഒരു പയ്യൊരു ബ്ലിപ്പ് അടിച്ചേ. ഈ മൂതുക്ക് മാള ഞാൻ പറയില്ല, ഇതിന്റെ എൻട്രി അത്യാവശ്യം നമ്മളെ മാളഫ്രാങ്കൂറൊക്കെ, മാളഫ്രാങ്കൂറിന്റെ അത്ര പോലും ഇല്ല അല്ലേ ബാക്കി എൻട്രി മാളഫ്രാങ്കൂർ കണക്കില്ല. പക്ഷെ ഇതിന്റെ അകം ഭയങ്കര സ്പേഷ്യസ് ആണ്. നടന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ഡൽഹിയിലെ ഏറ്റവും വലിയ മാളാണ്. അതേ കണക്കിന് ഇതിന്റെ അകത്തുള്ള എല്ലാ ലക്ഷറി ഐറ്റംസ് ആണ്. ബാക്കിയെ പറഞ്ഞോട് ബാക്കിയെ മാളിനെ പറ്റി. നീ ഇവിടെ വന്നിട്ടുള്ളല്ലേ? ഇത് മുതുക്ക് മാളല്ലേ? നീ ആദ്യമായിട്ടല്ലേ? ഇവള് ഓൺ ഇതില് ഞാൻ പറഞ്ഞുതരാം, ഇവള് ഓഫ് ക്യാമറയില് ഒക്കെയാണ്. പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരപ്പി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് തുടങ്ങും. അതെന്ത് ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്തിന് എന്താ പ്രശ്നം? എന്ത് നീ ഒരു ട്രിവാൻഡ്രം കാര്യല്ലേ? കൊല്ലം, പക്ഷെ ഉപയോഗമില്ല. ഇതാണ് മാള്. അപ്പൊ ഇതിന്റെ അകത്ത് കയറിയിട്ട് അവരെ വെയിറ്റ്, അവർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവര് വരും എപ്പോഴെങ്കിലും. രാവിലെ ഒരുങ്ങി പിള്ളേരായിട്ട് ഒരുങ്ങി വന്നിട്ട് നടു റോഡിൽ വന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നീ പറയടേ മാളിനെ പറ്റി. വാങ്ങിക്കാൻ പറ്റൂല, നീ വീണ്ടും സോറി. ഞാൻ നല്ല കുട്ടിയാവാന്ന് വിചാരിക്കും. തെണ്ടിയാണ് എന്നെ വശപ്പശളാക്കണം. ഇതാണ് മാൾ. ഇവിടെ ഇഷ്ടം പോലെ കിടിലം വണ്ടികൾ വരും. നീ പറ. പറയില്ല, അവൾക്കൊന്നും പറയാനില്ല. എന്താ ഇത്രയും നേരമായി, 1 മണിയായി, ഞങ്ങൾ അതിനു മുമ്പ് ഇറങ്ങിയതാ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഒരു ഡേയുടെ പകുതിയായി. നീ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചു. ക്യാമറയിലൊക്കെ സംസാരിക്കും. ഇവള് എന്തോന്ന് പറഞ്ഞു ഇത് പോയി. അപ്പൊ ശരി ഗൈസ്, നമുക്ക് അകത്ത് വന്നിട്ട് അവന്മാരും കൂടെ വന്നിട്ട് അകത്ത് കയറിയിരുന്ന് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് ആംബിയൻസ് മോളിൽ കയറിയില്ല. സമയം എത്രയാടാക്കും? ഇന്നലെ വൈകിട്ട് കഴിച്ചതാണ്. എല്ലാവർക്കും വിശപ്പ്. അപ്പം നമ്മളിവിടെ ഒരു മലയാളി കട തപ്പിപ്പിടിച്ച്, അവിടെ നിന്ന് 750 മീറ്ററേ ഉള്ളൂ. ഒരു കട ഓൺലൈനിൽ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. ഇതേ കിടന്ന് ഞാൻ സംഭവം പറയട്ടാ, ഞാനും ആയത്തിനും കൂടെ ഒരു കട ഗൂഗിൾ മാപ്പിൽ തപ്പിപ്പിടിച്ച് അവിടെ പോയടാ. അവിടെ പോയപ്പോ സംഭവം കട അടപ്പായി. അതേ കണക്ക് വല്ലതും സംഭവിച്ചാലോ? ഇവിടെ എന്തോ കെട്ടണുണ്ട് കേട്ടോ. എന്തോ ഇവിടെ ഈ DLF മുമ്പ് ഇവിടെയും തോന്നി. ഇവിടെ DLF ഭയങ്കര കിടിലാണ്. DLF ആണ് മെയിൻ ഇവിടുത്തെ. ഇവരാണ് എല്ലാ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ ഇവർക്ക് ഡ്രെയിനേജും കൂടെ സെറ്റാക്കി കൂടെ തന്നെയാണ്. പറയടാ വിഷ്ണു, നടക്കാൻ. പിന്നെ ആ കാണുന്ന മെട്രോ സ്റ്റേഷനാണ് ആംബിയൻസ് മോളിൽ വരുന്നവർക്ക് എളുപ്പത്തിനുള്ള മെട്രോ സ്റ്റേഷൻ. അത് തന്നെ അവിടെ. ഇത് ഏത് ലൈനാണ്? ഏതോ ഒരു ലൈനാണ്. അതിന്റെ കളറൊന്നും കൊടുത്തിട്ടില്ല. മറ്റേതാണെങ്കിൽ തൂണിൽ കളർ അടിച്ചു വെക്കുക. ഇതില് കിളികളും പച്ച തത്ത. ആ തത്തന്റെ പേരെന്തുവാടാ സാധനത്തിന്റെ? എന്തൊരു സാധനം. അപ്പം നമ്മൾ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് കാണാം. എത്താറായി ഒരു ഇവിടെ
അവർക്ക് ലൊക്കേഷൻ വെച്ച് കൊടുത്തില്ലേ നീ? പറഞ്ഞോ വിദൂരതയിൽ നിന്ന് ചന്ദ്രുവൻ ടീംസ് നടന്നു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് അവിടത്തെ ഇത് കാണാം. എത്ര രൂപ ആവും അത് ഇനി അടച്ചിരിക്കുകയാണെങ്കിൽ അതും പറ്റി. അപ്പൊ ഓക്കെ ബൈ. ആരാ വിളിക്കണേ? എവിടെ? ഹലോ, കാണാൻ വയ്യ. ഹലോ, ഐ പ്രതിഭ മാം. ഹലോ. ഓ വീഡിയോ ആണ്. ഞാൻ വീഡിയോ കാണിക്കുവാണ്. നമ്മള് കഴിക്കാൻ വന്ന മാം. വേഗത്ത് വന്നിട്ട് ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ബാക്കി ഇവിടെ ഉണ്ട് മാം. അടിയൊക്കെ കൂടി കരഞ്ഞു വിളിച്ചൊക്കെ വിശക്കണം എന്നൊക്കെ പറഞ്ഞ് പോയായിരുന്നു. അതായിരിക്കണം. ഭാഗ്യ കൃഷ്ണപ്രിയ. പിടിച്ചോ. ഇതാണ് കട. നമ്മളെ മേമുമാരെയാണ് നമ്മൾ കണ്ടത്. ഇത് കാണുന്ന മേമുമാര് താഴെ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പൊ ഓക്കെ, ഫുഡ് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടുത്തെ റെസ്റ്റോറന്റ് മെനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര മെനു ആണ്. പിന്നെ ഇല്ല എന്റെ ഓക്കെ. പക്ഷെ എന്റെ ക്യാഷർ വ്ളോഗ് എടുക്കണോണ്ട് എന്റെ ഫോണിൽ ഗൂഗിൾ പേ ഒക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഭാഗ്യരെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഭാഗ്യം കിടക്കും അല്ലേ? എന്റെ കാശില്ല. എന്റെ കഴിക്കണ കാശ് നീ കൊടുക്കണം. ഇനി കിട്ടണുണ്ടോ എന്നെ? നമ്മള് ഫുഡ് വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞ് കുറെ നേരം നമ്മള് ഫുഡ് വന്നില്ല. ഫുഡ് വരും. നമ്മളെല്ലാരും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? വൈഷ്ണവി നീ എന്താ ഓർഡർ ചെയ്ത? ലവ ഒന്നും ഓർഡർ ചെയ്തില്ല. നീ എന്തിനാ രാവിലെ കഴിച്ച? പോഹ കഴിച്ചു. എഗ് ബിരിയാണി. നീയാ? അവള് എഗ് ബിരിയാണി. ഇവള് വെജിറ്റേറിയൻ ആണ്, പക്ഷെ എഗ് വെജിറ്റേറിയൻ അല്ല അല്ലേ കൃഷ്ണപ്രിയ? അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോ വ്ളോഗാണ്. അടിപൊളി. അപ്പൊ ഹാപ്പി. ഇത് കാണുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വിചാരിച്ച ഒരു 10 പേർക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. 10 പേരിൽ 5 പേര് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ ചാനൽ ഗ്രോത്ത് ആവും. എങ്ങനെ? അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് വന്നിട്ട് അടുത്ത ഷോട്ട് എന്തായാലും എനിക്ക് ഷുവറാണ് ഫുഡ് വന്നിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഇടയിലുള്ള കോമഡിയൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ കൊടുക്കാം. അപ്പൊ ഓക്കെ ബൈ. അങ്ങനെ നമ്മളെ ബിരിയാണി നമ്മൾ കഴിച്ചു തുടങ്ങി. നല്ല കിടിലും അച്ചാർ. ഇവിടുത്തെ അച്ചാർ പൊളപ്പനാണ്. ഇവരൊരു ഔട്ട്ലെറ്റ് നമ്മളവിടെ ഉണ്ട്, മലബാർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ തന്നെ ഔട്ട്ലെറ്റ് ആണ്. ആ ചേട്ടൻ, ആ വിളമ്പണ ചേട്ടൻ നമ്മുടെ അവിടെ ഉള്ള ചേട്ടനാണ്. ചോദിക്കണം. ലവൻ കഴിക്കാനില്ല. ചന്ദ്രു നീ ഇത് മിസ് ചെയ്തോടാ. കിടില എന്നൊക്കെ ഉണ്ടോ? നല്ല പ്ലഫി. നല്ല പ്ലഫി ചിക്കൻ. ഞാൻ ഈ വ്ളോഗർമാരൊക്കെ തിന്നണ വീഡിയോ ഒക്കെ ഇരുന്ന് വിശന്നിരിക്കുമ്പോഴായിരിക്കണം. അതേ കണക്ക് വിശന്നിരിക്കണവർ നിങ്ങൾ കാണും. അവിടെ കിടിലൻ ചിക്കൻ കണ്ട. ഇത് മിക്കവാറും സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാതാകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോ എടുത്ത് കാണും. വിഷമിക്കും ഞാൻ. അങ്ങനെ നമ്മള് ഊബർ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഈ കൊച്ചി വണ്ടിന് വരുന്നത് എന്തോ ഒരു വണ്ടി, ഒരു റിക്ഷ. ഈ റിക്ഷ ഇത് നമ്മളെ CD മൂസയുടെ മറ്റേ അങ്ങനെ വണ്ടി കണക്കാണ്. അതിൽ നമ്മളെല്ലാരും കൂടെ എന്തോന്നാണ് ലോഡ് അടിച്ച് കുത്തിതിരിവി കൊണ്ടുവരും. ഒരാൾക്ക് 20 രൂപയ്ക്ക് നമുക്ക് ആംബിയൻസ് പോലെ കൊണ്ടുവരും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ലാഭം തന്നെ. അത്ര പേര് നടക്കണ്ടാവും. അതിന് അയാള് പാവപ്പെട്ട കൊണ്ടു പോണില്ലേ? നടക്കണോ? മാമ ഇവിടെ നിർത്തുമോ? ഒരു പെണ്ണിന് നടക്കണോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സംഭവം കണ്ട വണ്ടി ഓവർലോഡാണ്. വണ്ടി കരയാണ് കേട്ടാ പാവം.
ലോഡ് കയറ്റി 48 കിലോയേ ഉള്ളൂ. 47. കുട്ടി വെച്ച് നോക്കിയപ്പോ 47 ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് 1 കിലോ 2 കിലോ വയറ്റിനകത്ത് കിടന്ന ഫുഡിന്റെ ആയിരിക്കും. ടോട്ടൽ എനിക്ക് 45 ഉള്ളൂ. റീക്ക് 41, 40 അല്ലെങ്കിൽ 38. ഞാനിപ്പോ ഇവിടെ വന്ന് 9 കിലോ കുറഞ്ഞു. ഞാൻ 5 കിലോ കുറഞ്ഞല്ല, ഞാൻ 5 കിലോ കുറഞ്ഞു. അയ്യോ. അപ്പൊ ശരി, ചന്ദ്രൻ ഒരു ബ്ലിപ്പടി. ചന്ദ്രൻ എന്താ മൂക്കനായിരിക്കണ? അങ്ങനെ നമ്മള് വീണ്ടും ഇവിടെ എത്തി. അപ്പൊ അഖില ഒരു സംഭവം പറഞ്ഞു, എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്താ ബാക്കി അഖിലം പറഞ്ഞേ? പറയടാ സത്യം. എന്നുവെച്ചാ മാളില്ല. നീ ലുലു മാൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇവൻ നമ്മളെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് നമുക്ക് ഓണം കൂടിയിട്ട് നിന്നെ കൊണ്ടുവിടാം. ഞാൻ കൊണ്ടുപോകും. ഇവന് ഞാൻ ഒരു ഇത് കാണിക്കും. എന്റെ പാരഡൈസ് ആ കാണുന്ന സ്ഥലമാണ്. ആപ്പിളിന്റെ ലോഗോ ഉണ്ട്, അതാണ് എന്റെ സ്ഥലം. നമ്മൾ മോളിന്റെ അകത്തുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാം. വലത് കാലം എടുത്ത് വെച്ചോ. മാളില് കയറി വരെ മാറി പോകണ്ടേ ഫ്രെയിമിന്ന്. ഇതെന്തോണെന്ന് അറിയാമോ? ഇതെന്തോന്നാണെന്നറിയാമോ? ആപ്പിൾ സ്റ്റോർ. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇതെന്തോണെന്ന് അറിയാമോ ഈ സാധനം? മറ്റേ നമ്മള് കൊച്ചിന് മറ്റേ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് കളിക്കൂലേ? അതാണ്. ആ സാധനം കൊണ്ട് മൊത്തം ഉണ്ടാക്കിയാണ് ലെഗോ. മനസ്സിലായി? അതോ ലെഗോ എഴുതി വെച്ചേക്കണുണ്ടോ? ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മള് മോളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ മോളിൽ പോയാലും ഇതോ ആ കാണുന്ന സ്ഥലമാണ് എന്റെ പാരഡൈസ്. അപ്പൊ നമുക്ക് ഇവർക്കുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ബാക്കി മോൾ എങ്ങനെയുണ്ട്? ആ സ്ഥലം എന്താന്ന് നോക്കിയേ. കണ്ടാ, ഇവളൊരു വലിയ ആപ്പിൾ ഹാറ്ററാണ്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇവരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് നിക്കർ എടുക്കണയൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബാക്കി ഒരു ബ്ലിപ്പടി. അല്ലെങ്കിൽ നീ വേണ്ട, കൃഷ്ണപ്രിയ ഒരു ബ്ലിപ്പടി. ഞാൻ ഇനി വലിയ സംഭവം പറയട്ടോ. തുടരരുത്. അവക്കും ഭയങ്കര പേടിയാണ്. ബാക്കി ഞെട്ടിപ്പോയിട്ടോ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നമ്മളിതിന്റെ ഈ സ്ഥലം അടിപൊളിയല്ലേ? ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇതേക്കണക്കുള്ള സ്ഥലങ്ങളിലൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇതേക്കണക്കുള്ള സ്ഥലങ്ങളിലൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ കാണാനൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്ന് വാങ്ങിക്കും. ഇന്ന് ഞാൻ നിക്കറ വാങ്ങിക്കും. ഇപ്പൊ അവളങ്ങ് ചറുക്കി ചെന്നങ്ങ് വീണു വരുന്നല്ലേ അല്ലേ? ഇത് ഈ മോളുടെ ഒരു പ്രത്യേകത എന്തറിയാമോ? ഇങ്ങനെ നാണക്കെടുത്ത് പോവല്ലേ? ഈ മോളുടെ ഒരു പ്രത്യേകത എന്തറിയാമോ? ഇതാണ് ഡൽഹിയിലെ ഏറ്റവും വലിയ മാൾ. ഇതാണ് അടുത്ത് ഇത് നമ്മുടെ ക്യാമറാമാൻ ചന്ദ്രു ആണ്. ചന്ദ്രു കണ്ട, ഇതാണ് മോഡല്. നമ്മള് എന്താണ് മറ്റു സ്ഥലത്ത് എന്നിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. എവിടെ? ഇതാ ഈ എന്റെ ഫോണ് മാറി ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യണത് ചന്ദ്രുവിന്റെ ഫോണിലാണ്. ഇതിൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, അടുത്ത നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോ കാണാം. ബൈ. ഹലോ, ഇത് ഞാനാണ്. എനിക്കിവിടെ കണ്ടപ്പോ കുറെ ഇഷ്ടപ്പെട്ടു. ഗേൾസിന് വരാൻ പറ്റും. നീ നേരത്തെ കുറച്ചേരം മുന്നേ എന്തൊക്കെയോ പറഞ്ഞല്ലോ. കുറച്ച് പറഞ്ഞാലേ കേൾക്കോളൂ. വ്ളോഗ് എടുക്കാൻ പറ. നല്ല അത് കണ്ടോ? ജക്കപ്പൻകോ ആ വാച്ചിൽ എത്ര രൂപയോ? ഒരു റേറ്റ് എത്ര നിർത്തി നോക്കിയിട്ട് വന്നാണ്? ഒരു ഗസ് പറ, എത്ര രൂപ വന്നു? അത്രയൊന്നും ഇല്ല. തിരുവനന്തപുരത്തെ ലുലു മാളിന്റെ അത്രയൊന്നും ഇല്ല. നമ്മളെ യൂസഫ് അലിക്കാട ലുലു മാളിന്റെ അത്രയൊന്നും ഇല്ല. അടേ നിങ്ങൾ കയറിപ്പോലെ. എനിക്ക് സോൾ സ്റ്റോറിൽ പോണം. നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അത് എന്തിനാ പിന്നീട് പറയാം. എങ്ങനെ ഉണ്ടെങ്കില ചന്ദ്രു എങ്ങനെയുണ്ടല്ലേ? ഇവിടെ നമ്മളെ കൂടെ വന്നവ 2 പേര് ഇവള് പറഞ്ഞല്ലേ തിരുവനന്തപുരം ലുലുമാളിന്റെ അത്ര അതിനെക്കാര്യം കൊള്ളാം. നീ പറ. അത്രയൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. നമ്മുടെ ലുലുമാൾ പിടിലാണ്. ഭാഗ്യേ H&M എന്താണ്? ചന്ദ്രന്റെ ഇടയില് വീട് സിനിമാറ്റിക് ആടാ ഇത് കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചന്ദ്ര സിനിമാറ്റിക്കിലൊക്കെ വീഡിയോ എടുത്തു. ഈ വീഡിയോ എനിക്ക് അയച്ചു തരൂലേ? ചന്ദ്ര സിനിമാറ്റിക്കിലൊക്കെ വീഡിയോ എടുത്ത് അങ്ങോട്ട് വെക്കിയ ബാക്കി ഫോട്ടോ എടുക്കാം. അടുത്ത ഫോട്ടോ ബൂത്തെത്തി നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വരാം.
സ്റ്റോർ തപ്പി നടന്ന് എന്തുവാണ് അവസാനം ഗൂഗിൾ മാപ്പ് മോളിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അമ്മമാർ പറയുന്നത് നീ അവിടെ തന്നെ നിൽക്കുവാണ് കുട്ടിയെ, നീ എന്തോ കാണിക്കണേ. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും കാണുന്നില്ല. ചന്ദ്രു, നീ കണ്ടത് സോൾഡ് സ്റ്റോർ? നിനക്കറിയാലോ ഭാഗ്യ, മറ്റേ ഒരു ചുവപ്പ് പടമുള്ള പ്രേതത്തിന്റെ എവിടെയാണോ എന്തോ കാഴ്ച, അത് കണ്ടുപിടിക്കാൻ എനിക്ക് എന്തായാലും നിക്കർ മേടിക്കണം. ആ ഒരു വൈബിലാണ്. എന്തായാലും കണ്ടുപിടിച്ചിട്ട് ഞാൻ പോകും. കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കൃഷ്ണപ്രിയ, ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ബാഗ് വാങ്ങിക്കണ്ടേ? ബാഗ് ട്രോളി ഇതോ അകത്തോട്ട് ഇരിക്കാൻ നോക്കി. വില ചോദിച്ചിട്ട് വരാം. ബാ, അതെ അവള് ചോദിച്ചു. 20,000 അഫോർഡബിൾ അല്ലേ നിനക്ക്? ഇവളെ ഡാഡി ഒരു ബിസിനസ് മാൻ ആണ്. ഹി ഈസ് മേക്കിംഗ് മില്യൺ യൂറോ അല്ലേ, യൂറോ റൈറ്റ്, യൂറോസ് ഇൻ ഇയർ. എന്നിട്ട് അവള് എവിടെ പോയി വാങ്ങിക്കാൻ പോണെന്ന്? സരോജിനിയിലെ സദാർ ഹുസാറിൽ പോയി വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാം. എവിടെ? ഇതാണ് ആ സമയം. ഇവക്കും നിനക്കും. എനിക്ക് പേടിയില്ല. അവക്കറിയാം, അവള് കൊണ്ട് ഭാഗ്യ പഠിപ്പിച്ചോട് ഭാഗ്യേ. പിന്നെ ഈ കാണുന്ന ഇത് അമ്മ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണത്. അതാ ഈ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. നോക്കി വെച്ചോ, നമ്മളെ ലുലു മോളിലുണ്ട്. നാട്ടിൽ വരുമ്പോൾ നൈസായിരിക്കും. നടാ, ഇവിടെ കൈ പിടിച്ചോ. കൈ പിടിച്ചാലേ കയറാൻ പറ്റുള്ളൂ. ഇവക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. ഇവനെ കയറും, പെട്ടെന്ന് കയറ്. എന്റെ ഫോൺ നിന്റെ അല്ലേ ചന്ദ്രു? നീ അവളേലെ കൊടുക്കൂ. കേറിക്കോ. യശോദേ, എങ്ങനെയുണ്ട്? നീ പിന്നെന്ത് ഇത്രയും പേര് കയറി പോണ? ഓ ഐ ശരി. അങ്ങനെ ചന്ദ്രു പറ, നമ്മൾ കണ്ടുപിടിച്ചില്ല അളിയാ. ഇവളാണ് എനിക്ക് കണ്ടുപിടിച്ചത്. താങ്ക് യു കൊടുക്കൈ വാങ്ങിക്കാൻ പറ്റണേ. താങ്ക് യു. നമ്മൾ എവിടെയാണ് കണ്ടത്? പെപ്പേ ജീൻസിന്റെ അടുത്തെന്നാണ് പറയണത്. വാ, അപ്പൊ ഈ ഭാഗത്തോട്ടായിരുന്നു. ബാക്കി ഫോണ് നോക്ക്. എല്ലാരും ആരോ പെപ്പേ ജീൻസിന്റെ അടുത്താണ്. നമ്മൾക്ക് അത് കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ബൈ. എത്ര രൂപ നിന്നിട്ട് വില? 1,750. വാ. എന്തായാലും അത്രയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. ഇവള് പറഞ്ഞേട്ടാ എന്തൊരു 1000 രൂപയുടെ കമ്മൽ വരുമോ? ബാ. അതിന്റെ ഒരു കല്ലിന് കാണും. ഈ കമ്മലിന് എത്ര രൂപ ഭാഗ്യ? ഈ കമ്മലിന് 65. പറയൂ. താങ്ക് യു. വീണ്ടും താങ്ക് യു. ഓ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ സോൾഡ് സ്റ്റോർ കണ്ടുപിടിച്ച്. ഞാൻ ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യണ ചന്ദ്രന്റെ ഫോണിലാണ്. ഇവിടെയാണ്, ഇതാണ് കട. നമുക്ക് കടയ്ക്കകത്ത് കയറിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. എവിടെ പറ ചന്ദ്രു? കണ്ട, കിട്ടി. എന്റെ നിക്കർ കാണോ അളിയ? ഇവിടെ എന്റെ നിക്കർ കാണോ ഇവിടെ? എന്തൊരു അപ്പൊ ഒരു ബ്ലിപ്പടി അകത്ത് നിന്നിട്ട് കാണാൻ കഴിച്ചെന്ന് പറ. അങ്ങനെ അതിസാഹസികമായി പിടിയടാ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സ്റ്റോറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ 3G കിട്ടിയില്ലടാ സാധനം. 2 ഔട്ട് ഓഫ് സ്റ്റോക്ക്. എടുക്കാൻ വന്ന ടീഷർട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതേപോലെ തന്നെ ഞാൻ എടുക്കാൻ വന്ന നിക്കർ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അവിടെ ബാക്കി അവിടെ ഒരു നിക്കറും കണ്ടുപിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നീ പറ, ഞാൻ എടുത്ത ടീഷർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചുറസ് വർക്ക്. നീ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലെന്ന് കൃഷ്ണപ്രിയ. ഇവളാണ് കേട്ടോ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞ. കൊള്ളൂലായിരുന്നല്ലേ? അപ്പൊ ഞാൻ മറ്റേ ഓൺലൈനിൽ നിന്ന് മറ്റേത് വാങ്ങിക്കണല്ലേ അല്ലത്. അപ്പൊ പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് അത് വാങ്ങിക്കാൻ കഴിച്ചു. ഞാൻ കണ്ടോ, ഇവിടെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ്. അവിടെ കയറി അവളെ സമയം കളഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ചന്ദ്രു ബിഹൈൻഡ് ദ സീൻസ്. ചന്ദ്രു ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി കുറച്ച് എടുത്തില്ലെങ്കിൽ നെറ്റ് തീരും. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അല്ലെങ്കിലേ നോക്ക്, ഞാൻ ഒരു ജി ഷോക്കിന്റെ വാച്ച് വാങ്ങിച്ചാലോ? കൂടി പോവല്ലേ? അത് കൊള്ളാം കേട്ടാ. അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് വീഡിയോ. മിക്കവാറും എന്തോന്നാണ് നമ്മളൊരു പാർട്ട് 2 ഇറക്കും, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഓടും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിനി അടുത്ത് എവിടെ ലവക്ക് പെട്ടി വാങ്ങിക്കാൻ പോണത്. നിനക്ക് പെട്ടി വാങ്ങിക്കാൻ പോണത് ഇത് സ്ഥലത്ത് എത്തിയിട്ട്
അല്ല പെട്ടി വാങ്ങിക്കാൻ പോണില്ല. അപ്പൊ ഇവിടെ വെച്ച് ഇനിയിപ്പോ പെട്ടി നമുക്ക് പിന്നീടാകാം. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഈ വ്ളോഗ് നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.